തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. പ്രതിബദ്ധതയുടെ പ്രവാചകനായിരുന്ന തിരുമേനി തികഞ്ഞ ദൈവവിശ്വാസിയും സഭാസ്നേഹിയുമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മനുഷ്യസ്നേഹിയുമായിരുന്നു. ആ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദനങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളും. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും തുണയുമാകട്ടെ. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം ഗ്രാമത്തിലെ പേരങ്ങാട്ട് പുത്തൻപറമ്പിൽ ഗീവർഗീസ് തോമസിൻ്റെയും സാറാമ തോമസിൻ്റെയും മൂന്നാമത്തെ മകനായി 1931 ജൂൺ 16 ജനിച്ച ഫിലിപ്പോസ് തോമസിൻ്റെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ രുചിസമൃദ്ധമായ വൈവിധ്യങ്ങളും അസാധാരണതകളും നിറഞ്ഞതായിരുന്നു. ദൈവഭക്തിയിലും സുവിശേഷ താൽപ്പര്യത്തിലും വളർന്നു വന്ന ബേബി എന്ന വിളിപ്പേരോടുകൂടിയ ഫിലിപ്പോസ് തോമസ് ദൈവവിളിയുടെ മൃദുമന്ത്രണങ്ങൾ ബാലപ്രായത്തിൽ തന്നെ ശ്രവിച്ചിരുന്നു. 1943 12ാമത്തെ വയസ്സിൽ മാതൃ ഇടവകയായ നാരങ്ങാനം സെയിൻറ്റ് ഓസിയോസ് ദേവാലയ മദ്ബായിലേക്ക് ശുശ്രൂഷകനായി ചേർക്കപ്പെട്ട ഫിലിപ്പോസ് തോമസിൽ നിന്നാണ് മലങ്കര സഭയ്ക്ക് അവിസ്മരണീയമായ നിരവധി സംഭാവനകൾ നൽകിയ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്ന ശ്രേഷ്ഠാചാര്യനിലേക്കുള്ള സഫലമായ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. ഒരു ജീവിതമുള്ളത്, നീ കഴിവതും നന്നായി ജീവിക്കുക. നീ ഫിലിപ്പോസ് തോമസാണ്. കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാരിൽ 2 പേരുടെ നാമധാരി. മനസാക്ഷിയുടെ ഈ ഉപദേശമാണ് സ്വന്തം ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ആദ്യ പാഠമായി അഭിമന്യ തിരുമേനി സ്വീകരിച്ചത്. നാരങ്ങാനം MDLP സ്കൂൾ, ഐക്കുഴ മാർത്തോമ മിഡിൽ സ്കൂൾ, കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് സ്കൂൾ, ആലുവ UC കോളേജ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 1954 ഇന്ത്യൻ റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിച്ചു. 8 വർഷം റെയിൽവേ ഉദ്യോഗം നിർവഹിച്ചതിനു ശേഷം ജോലി ഉപേക്ഷിച്ച് 1962 31ാമത്തെ വയസ്സിൽ സെറാംപൂർ സർവകലാശാലയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി. സെറാംപൂരിൽ നിന്ന് BDയും ബാംഗ്ലൂർ UTCയിൽ നിന്ന് MDHും ജനീവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ഡിപ്ലോമയും കരസ്ഥമാക്കി. 1972 ഡിസംബർ 21 ഷെമാശ പട്ടവും 1974 ജൂൺ 7 വൈദിക പട്ടവും സ്വീകരിച്ചു. 1982 ഡിസംബർ 28 അദ്ദേഹം എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1983 മെയ് 14 റെംബാനായും 1985 മെയ് 15 ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പയായും അഭിഷിക്തനായി. 1985 ഓഗസ്റ്റ് മുതൽ തുമ്പമൺ ഭദ്രാസന സഹായ മെത്രാപ്പോലിത്തയായും 1990 ഡിസംബർ 13 അഭിവന്യ ദാനിയേൽ മാർ പീലിക്സിനോസ് തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് ഭദ്രാസനത്തിന്റെ 10ാമത്തെ മെത്രാപ്പോലിത്തയായി പൂർണ്ണ ചുമതലയിലുമായി. ദൈവത്തെയും സഭയും ഒരുപോലെ സ്നേഹിക്കുകയും പ്രതിബദ്ധതയുടെ പ്രവാചകൻ എന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടിയുള്ള കടപ്പാടുകൾ നിറവേറ്റുവാൻ നമുക്ക് കടപ്പാടുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. സാമ്പത്തിക കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സുതാര്യത പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. പല സമൂഹത്തിന് വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പത്തനംതിട്ടയിൽ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ഉണ്ടാകണം എന്നതിന് ആഗ്രഹിക്കുകയും അതിനുള്ള പണം അദ്ദേഹം നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അവർ സംരംഭം നിർവഹിക്കുവാൻ തക്കവണ്ണം എന്നെ കൂടെ അതിന് ഉപയോഗിച്ചു എന്നതും എനിക്ക് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഇപ്പോഴ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ഒരു മൊബൈൽ യൂണിറ്റും അതുപോലെ ഡയാലിസിസ് സെൻ്ററും നടക്കുന്നുണ്ട്. വളരെ അനുഗ്രഹീതമായിട്ട് അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് അനന്തമായ സന്തോഷമുണ്ട്. ആ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാവിധമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും അഭിമന്യ തിരുമേനി പുലർത്തിയ വ്യത്യസ്തതകളും അവയ്ക്ക് പിന്നിലെ നിശ്ചയദാർഢ്യവുമാണ് ഇങ്ങനെ ഉയർത്തപ്പെട്ടതിന് പിന്നിലുള്ളത്.
കോയമ്പത്തൂർ തടാകം ആശ്രമത്തിന്റെ സ്ഥാപക പിതാവായ ബിഷപ്പ് പെക്കിൻഹാം വാൽഷ്, ശ്രീബാദാസ് സമൂഹ സ്ഥാപകൻ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി, തുമ്പമൺ ഭദ്രാസന അധിപനായിരുന്ന പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനി എന്നീ 3 പുണ്യപിതാക്കന്മാരാണ് അഭിവന്യ യൗസേപ്പിയസ് തിരുമേനിക്ക് മാർഗദർശികൾ ആയിരുന്നത്. MGOCism ജനറൽ സെക്രട്ടറി, തടാകം ആശ്രമം സെക്രട്ടറി, ആശ്രമ സുപ്പീരിയർ, കൽക്കട്ട ബിഷപ്പ് കോളേജ് അധ്യാപകൻ, ആന്ധ്ര സൈക്ലോൺ റിലീഫ് ആക്ടിവിറ്റീസ് സെക്രട്ടറി, മലങ്കര ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ചരിത്ര പ്രൊഫസർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം അർത്ഥപൂർണമായ സേവനമനുഷ്ഠിച്ചു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ തുടങ്ങിയ സാർവലൗകിക സഭാവേദികളിൽ അഭിവന്യ തിരുമേനി നൽകിയ സംഭാവനകൾ വിലപ്പെട്ടവയാണ്. വിവിധ ലോകരാജ്യങ്ങളിൽ നടന്ന കോൺഫറൻസുകളിലും എക്യുമെനിക്കൽ സംവാദങ്ങളിലും സഭയുടെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്റർ ചർച്ച് റിലേഷൻസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു. അഭിവന്യ യൗസേബിയസ് തിരുമേനിയോടൊപ്പം തുമ്പോൺ ഭദ്രാസന കൗൺസിൽ ഒരംഗമായി ഇരിക്കുവാൻ സാധിച്ചു എന്നതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാനും തിരുമേനിയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദിയുടെ സമാപന സമ്മേളനത്തിന് പരിമലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു വണ്ടിക്ക്. അന്ന് 385 രൂപ 50 പൈസയുടെ പെട്രോളാണ് അടിച്ചത്. ബാലൻസ് പൈസ വാങ്ങിച്ചപ്പോൾ തിരുമേനി ആദ്യം ചോദിച്ചത് 50 പൈസ എന്തി എന്നാണ് ചോദിച്ചത്. തിരുമേനി സഭയുടെ പൈസയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത്ര കൃത്യനിഷ്ഠയോടുകൂടിയാണ് പൈസ കൈകാര്യം ചെയ്യുന്നു എന്നത് തിരുമേനിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കും എന്നും ഒരു മാതൃകയായിരുന്നു. ആ മാതൃക തിരുമേനിയുടെ ജീവിതത്തിൽ ഉടനീളം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു സ്വഭാവ വൈശിഷ്ട്യമായിട്ട് തന്നെ എന്നും എനിക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കും. ബൗദ്ധികമായി അശക്തരായ കുട്ടികളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച പ്രകാശധാര സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ശാരീരികമായി അശക്തരായ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്നതിനായി ആരംഭിച്ച മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം തുടങ്ങിയവ സ്വന്തം മനസാക്ഷിയുടെ പ്രതിബദ്ധത വിശദമാക്കുന്ന പ്രവർത്തനങ്ങളാണ്. അഭിവന്യ തിരുമേനിയുടെ അന്ത്യാഭിലാഷമായി മരണാനന്തരം ആരംഭിച്ച മാർ യൗസേബിയോസ് പാലിയേറ്റീവ് കെയർ സെന്റർ രോഗക്കിടക്കയിലും തീവ്രവേദനയിലും അകപ്പെട്ടവർക്ക് നൽകുന്ന സമാശ്വാസം വിലപ്പെട്ടതാണ്. ക്രിസ്തീയ സഭയുടെ ലോകവ്യാപകമായുള്ള പ്രവർത്തനങ്ങളെ ചരിത്രബോധത്തോടെ സൂക്ഷ്മ വിശകലനം ചെയ്ത തിരുമേനി ക്രിസ്തു സാക്ഷ്യത്തിനു വേണ്ടി ഭാരതീയ സഭ ഏറ്റെടുക്കേണ്ട ദൗത്യത്തെപ്പറ്റിയുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. WCC, KCC, MGOCism, ശ്രീബാദാസ സമൂഹം തുടങ്ങി തിരുമേനി ആത്മാർത്ഥതയോടെ പങ്കുചേർന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചെല്ലാം വിശാല ദർശനങ്ങൾ അദ്ദേഹം സ്വരൂപിച്ചിരുന്നു. ഉറച്ച ചുവടുവെപ്പോടും ഉയർന്ന ശിരസോടും ക്രിസ്തുവിലുള്ള കൂട്ടായ്മ അനുഭവിച്ച് സഫലമായി ജീവിക്കുകയും ദൈവസന്നിധിയിലേക്ക് 2009 ജനുവരി 21 ചേർക്കപ്പെടുകയും ചെയ്ത തിരുമേനി വിശ്വാസികൾക്ക് ശക്തമായ ദിശാസൂചന നൽകുന്ന ഒരു ഉജ്ജ്വല നക്ഷത്രമായി ഇന്നും പ്രശോഭിക്കുന്നു. പത്തനംതിട്ട ബേസിൽ അരമന ചാപ്പലിനോട് ചേർന്നുള്ള കബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഭിവന്യ തിരുമേനിയുടെ ജീവിതം ക്രിസ്തുവ അന്വേഷികൾക്ക് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു അമൃത നീരുറവയാണെന്ന് നിസ്സംശയം പറയാം.